ഒട്ടനേകം ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മെത്രാസന മന്ദിരമാണ് നമ്മുടേത്. സീറോ മലബാർ സഭയുടെ പല മഹാരഥന്മാരും എറണാകുളം അങ്കമാലി അതിരൂപതയെ നയിക്കുകയും ജീവിച്ച് മരിക്കുകയും ചെയ്ത മഹാമന്ദിരമാണ് അത്. എന്നാൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആ ഭിത്തികൾ വളരെ ഹീനമായ, ക്രൂരമായ, നീചമായ അനിഷ്ട സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. തങ്ങളുടെ പൊതുഗ്രഹമായ മെത്രാസന മന്ദിരത്തിൽ സിനഡ് ബിഷപ്പുമാർക്ക് വേണ്ടി പ്രാർത്ഥനായജ്ഞം നടത്തുകയായിരുന്ന അതിരൂപതയിലെ 21 വൈദികരെ പുത്തൂരിൻ്റെ ഗുണ്ടാ പോലീസ് മർദ്ദിച്ച് അവശരാക്കി പുറത്താക്കി, വലിച്ചിഴച്ചു പുറത്താക്കി. ഉറങ്ങുകയായിരുന്ന വൈദികരെ പുലർച്ചെ 4:30 മണിയോടെ 100 കണക്കിന് പോലീസാണ് അകത്ത് കയറി ക്രൂരമായി മർദ്ദിച്ചത്. ഈ കാപാലികർ അവരെ ഇങ്ങനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് പുത്തൂരിൻ്റെയോ സഭാ നേതൃത്വത്തിൻ്റെയോ അറിവില്ലാതെ പോലീസ് സ്വമേധയാ ചെയ്ത തെണ്ടിത്തരമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വന്യവയോധികനായ ഫാദർ സെബാസ്റ്റ്യൻ തളിയനും ഫാദർ രാജൻ പുന്നയ്ക്കലിനും സാരമായ പരിക്കേറ്റിട്ടുണ്ട്. മറ്റു പലർക്കും പരിക്കുണ്ട്. പക്ഷേ ഫാദർ രാജനെ അവർ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയായിരുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന് ദേഹമാസകലം മർദ്ദനമേറ്റതിന് തെളിവുകളുണ്ട്. പോലീസ് മേധാവിക്കെതിരെ പരാതി കൊടുത്തതിലുള്ള വൈരാഗ്യമാണ് ഇതിന് കാരണമായത് എന്നനുമാനിക്കാം. സംഭവം അറിഞ്ഞ് അതിരൂപതയിലെ ഇടവകകളിൽ നിന്നും ആയിരക്കണക്കിന് ജനങ്ങളും 100 കണക്കിന് വൈദികരുമാണ് മെത്രാസന മന്ദിരത്തിന് മുമ്പിൽ തളിച്ചുകൂടിയത്. അവർക്കെതിരെ പ്രതിരോധം തീർത്ത് 100 കണക്കിന് പോലീസുകാരും. ജനങ്ങൾ ന്യായമായും അക്രമാസക്തമായിരുന്നു. പുത്തൂരിനും കൂരിയായ്ക്കും പോലീസിനുമെതിരെ മുദ്രാവാക്യം മുഴക്കി അവർ അരമനയുടെ ഗേറ്റുകൾ ഭേദിക്കുവാൻ വീണ്ടും ശ്രമിച്ചു കൊണ്ടിരുന്നു. ഗേറ്റുകൾ തകർന്നു വീഴുമെന്ന് ഏതാണ്ട് ഉറപ്പായപ്പോൾ ബാരിക്കേഡുകൾ സ്ഥാപിക്കുവാൻ പോലീസ് ശ്രമിച്ചുവെങ്കിലും ജനങ്ങൾ അതിനെ പരാജയപ്പെടുത്തി. വൈകുന്നേരമായതോടെ 21 വൈദികരും അറസ്റ്റ് വരിച്ചു. ജാമ്യമെടുക്കുവാൻ തങ്ങൾ തയ്യാറല്ല എന്ന നിലപാട് പോലീസിനെ കുടുക്കിലാക്കി. എന്നാലും അവരെ അറസ്റ്റ് ചെയ്തു. ഈ അറസ്റ്റ് ചെയ്യുന്നതിനിടയിലുണ്ടായ ഉന്തിനും തള്ളിനും ഇടയ്ക്ക് ഒരു പുരോഹിതൻ തലയിൽ പോലീസ് ലാത്തികൊണ്ട് പരിക്കേറ്റു. അദ്ദേഹത്തെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നമ്മുടെ വൈദികരുടെ രക്തം പൂണ്ട കരങ്ങൾ ആരുടേതാണോ അവർ ജനങ്ങളുടെ മുമ്പിൽ മാപ്പ് പറയേണ്ടി വരും, ഏറ്റു പറയേണ്ടി വരും, ക്ഷമ പറയേണ്ടി വരും. എറണാകുളത്തെ ജനങ്ങൾ, എറണാകുളത്തെ വിശ്വാസികൾ അവരെ വെറുതെ വിടില്ല. ഉത്തരം പറഞ്ഞേ പറ്റൂ. വരുന്ന സഭാ നേതൃത്വം അല്ലെങ്കിൽ അതിരൂപത നേതൃത്വം ജനങ്ങൾക്ക് മറുപടി കൊടുക്കണം. ഇവിടുത്തെ ജനങ്ങൾക്ക് മറുപടി കൊടുക്കണം. അവരുത്തരം പറയണം, വിശദീകരണം തന്നെ. ഈ അക്രമത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് അതിൻ്റെ ചരട് വലിച്ചത്? ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയുവാൻ അവകാശമുണ്ട്. ജനങ്ങൾ അറിഞ്ഞേ പറ്റൂ. ചോദിച്ചിരിക്കും. അതിൽ ഒരു കാര്യം ഉറപ്പായി, ഇതോടെ പുത്തൂരിൻ്റെ താണ്ഡവ ഭരണം അവസാനിച്ചു. എറണാകുളത്തേക്ക് ഇനി കാലുകുത്താൻ പറ്റാത്ത വിധം, ഒരിക്കലും കാലുകുത്താൻ പറ്റാത്ത വിധം അദ്ദേഹം സ്വന്തം വിധിയെഴുതി. ജോഷി പുതുവയുടെയും സൈമൺ പള്ളുപ്പട്ടയുടെയും മറ്റു കൂരി അംഗങ്ങളുടെയും ഗതിയും ഇതുതന്നെ. സ്ഥാനക്കൊതിയന്മാരായ ഇവർ ഈ അതിരൂപതയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി നടക്കേണ്ട ഗതികേട്. അതിരൂപത മക്കൾക്കെതിരെ പ്രവർത്തിച്ച ഈ വഞ്ചകർക്ക് കാവ്യനീതി തന്നെ ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മുടെ അൽമായ മുന്നേറ്റവും ഏകവും എറണാകുളം അതിരൂപതയ്ക്ക് നേടിത്തന്നത് ഉജ്ജ്വലമായൊരു വിജയമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഓരോ അംഗങ്ങൾക്കും അഭിമാനിക്കാവുന്ന ഒരു വിജയമാണ് അവർ നമുക്ക് നേടിത്തന്നത്. പുത്തൂരിൻ്റെ കസേര ഒഫീഷ്യലായി തെറിച്ചത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതാണ്. എൻ്റെ വീഡിയോ. അതിരൂപത മന്ദിര പ്രദേശം ഇപ്പോഴും പ്രക്ഷുബ്ധമാണ് സുഹൃത്തുക്കളെ. MTNS ഗുണ്ടകൾ എന്തെങ്കിലും ശക്തി പ്രകടനം നടത്തുവാനുള്ള സാധ്യത ആരും തള്ളിക്കളയുന്നില്ല. അൽമായ മുന്നേറ്റം പ്രവർത്തകർ അവിടെ അത്യന്തം ജാഗ്രതയിലാണ്. ബിഷപ്പ് മാനന്തോടത്ത്, മാർക്കരിയിൽ, ഉരുക്ക് താഴത്ത്, വാസിൽ സായിപ്പ്, ഇപ്പോൾ പുത്തൂർ. ഈ കസേര ചുറ്റിക്കളിയിൽ അടുത്ത സീറ്റ് കിട്ടിയിരിക്കുന്നത് മാർ പാംപ്ലാനിക്കാണ്. എറണാകുളത്ത് അദ്ദേഹം നീണാൾ വാഴുമോ വീഴുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു വെരി മച്ച്.